Thank you, Jesus. Hallelujah. Praise the Lord. Praise the Lord. സർവശക്തനാൽ അനുഗ്രഹീതമായ ഈ നല്ല പകൽക്കാലത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. मैं परमेश्वर पिता का धन्यवाद देना चाहता हूँ इस सुंदर अनुग्रहित समय के लिए. ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. यहाँ पर उपस्थित प्रभु के दासों के लिए मैं पिता का धन्यवाद देता हूँ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഭാംഗങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और सभी कलीसिया के भाई बहनों के लिए भी मैं पिता का धन्यवाद देता हूँ. അനേക അനുഗ്രഹീത അഭിഷിക്തന്മാരുടെ പാദസ്പർശനത്താൽ അനുഗ്രഹമായ ഈ സഭയുടെ പുൽപിറ്റിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനം പ്രസ്താവിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. और इस कलीसिया में जहाँ पर कि अनेक प्रभु के दास लोगों ने आके सेवकाई की और उसके बीच में मुझे भी प्रभु ने जो समय दिया है प्रभु के वचन की सेवकाई करने के लिए, उसके लिए मैं पिता परमेश्वर का धन्यवाद देता हूँ. ജീവിതത്തിൽ ദൈവം നൽകുന്ന അവസരങ്ങളൊക്കെ കർത്താവിൻ്റെ മഹത്വത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ദൈവം നമ്മെ കൂടുതലായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ये मेरी प्रार्थना है कि परमेश्वर जो भी अवसर हमें देता है हमारे जीवन में, उन तमाम अवसरों का उपयोग करके हम परमेश्वर के नाम की महिमा कर सकें. കർത്താവിന്റെ ദാസൻ 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിച്ചപ്പോൾ കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന ആ വാക്യം വായിച്ച സമയത്ത് അദ്ദേഹം പല കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു. ഈ മരണസമയത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനിടയായി. और भजन 23 की चौथी आयत से जब हमने आज भजन पढ़ा जहाँ पर लिखा है चाहे मैं घोर अंधकार से भरी हुई तराई में होकर चलूँ तो भी ना डरूंगा, वहाँ पर जो मृत्यु की एक दशा का जो वर्णन है, കോവിഡ് കാലത്ത് മരണങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ സെമിത്തേരിയിലോട്ട് പോലും ആർക്കും കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതായിട്ട് അദ്ദേഹം ഓർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. और वहाँ पर बताया गया कि कोविड के समय में हमारे प्रियो की मृत्यु के समय भी हम उस दफनाई के समय तक, उस नज़दीक तक भी कई लोग जा नहीं पाए. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അത്. और वो भाग मैंने कई बार मैंने अनेक लोगों के सम्मुख उस बात को रखा है. എന്നാൽ അവിടെ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമുണ്ട്. वहाँ पर एक बात हम इस प्रकार समझ सकते हैं, മരണം സംഭവിച്ച് ഒരു ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ ബോഡി നമ്മൾ എത്ര സമയം വീട്ടിൽ വെച്ചാലും പിന്നീട് അത് അവിടെ നിന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. मनुष्य के जीवन से जब प्राण अलग हो जाता है तब उस मृत शरीर को कितनी भी देर हम घर के अंदर रखे, कुछ समय के पश्चात उसको दफनाने के लिए ले जाना ही पड़ेगा. എത്ര പ്രിയപ്പെട്ടവരാണ് നമ്മെ വേർപെട്ടു പോയെങ്കിലും ആ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോയതിനു ശേഷം അധിക സമയമൊന്നും നാം ആ ശരീരം സൂക്ഷിക്കാറില്ല. कितना भी घनिष्ठ रिश्ता क्यों ना हो, एक बार प्राण शरीर से अलग हो जाता है, उस मृत शरीर को हम ज्यादा समय तक घर में नहीं रखते. എന്നാൽ അതിനപ്പുറം വീണ്ടും അത് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ആ കുഴിയുടെ വക്കത്തേക്കല്ലാതെ നമുക്ക് പോകാനായിട്ട് കഴിയത്തില്ല. और कितना भी प्रिय क्यों ना हो, हम ज्यादा से ज्यादा उस गड्ढे के पास तक हम जा सकते हैं, उससे आगे नहीं. തമിഴിൽ ഞാനൊരു കവിത വായിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. और तमिल में एक कविता इस प्रकार की है जिसमें इस प्रकार लिखा हुआ है. അതിലിങ്ങനെയാണ് പറയുന്നത്, മരണം സംഭവിച്ചാൽ ഒരു അവരുടെ സുഹൃത്തുക്കളൊക്കെ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ വീട്ടിൽ വരെ വരും. और वहां पर उस कविता में इस प्रकार लिखा है कि मृत्यु होने पर परिवार और रिश्तेदार लोग वहां पर इकट्ठे होते हैं. മറ്റു കുറേ ആൾക്കാർ ഈ ബോഡി എടുത്തുകൊണ്ട് സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ വഴി വരെ വരാറുണ്ട്. और कुछ लोग जो है उस मृत शरीर को जब उठा के ले जाते हैं तो वे कब्रिस्तान तक आते हैं. ഭാര്യയും മക്കളും പ്രിയപ്പെട്ടവരും ഒക്കെ ആ കുഴിയുടെ വക്കത്ത് വരെ എത്താറുണ്ട്. और पति पत्नी या बच्चे जो है वो उस गड्ढे के पास तक आते हैं. എന്നാൽ അതിനപ്പുറത്തേക്ക് ആരാണുള്ളത്? लेकिन उसके बाद उस शरीर के साथ कौन है? ആ ശരീരം അവിടെ ഉപേക്ഷിച്ച് പോകുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ആർക്കും പോകാൻ കഴിയത്തില്ല. उस शरीर को उस मट्टी में दफना देने के पश्चात उसके पार कोई नहीं जाता. എന്നാൽ ഇവിടെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മരണത്തിന്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. लेकिन यहाँ पर भजन का लिखने हारा कहता है कि मैं घोर अंधकार की वादी अर्थात मृत्यु से होकर चलूं तो भी मुझे डर नहीं है, क्योंकि प्रभु मेरे साथ है उस मृत्यु की वादी में. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ലോകത്തിൽ എല്ലാവരും നമ്മെ ഉപേക്ഷിക്കുന്ന ഘട്ടം വന്നാലും
ഏത് മരണത്തിൻ്റെ താഴ്വരയിലായാലും ഏത് പ്രതിസന്ധിയിലായാലും നമ്മെ ഉപേക്ഷിക്കാതെ കൈപിടിച്ച് ഈ ലോകത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. और मेरा कहने का मतलब ये है कि इस संसार में कितने भी हमारे प्रिय लोग क्यों ना हो, और यदि वे हमारा साथ भी छोड़ दे तो भी हमारा हाथ पकड़कर हमें इस जग से उस जग तक ले जाने वाला एक परमेश्वर है. इसलिए हमें किसी प्रकार का भी भय हमारे जीवन में नहीं होना चाहिए. ഈ പ്രത്യാശയും ഈ സന്തോഷമുള്ളവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. जितनों के जीवन में ये आशा है कि वो प्रभु मेरे साथ है, Praise अपने the Lord. हाथ तक उठाकर हम परमेश्वर पिता का धन्यवाद Hallelujah. करें. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകലിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ आज ആഗ്രഹിക്കുന്നു. सुबह जो परमेश्वर ने मेरे मन में जो भाग डाला है वचन से, उस भाग को आपके मनन के लिए मैं आपके सामने लेकर आना चाहता हूँ. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 1-ാം വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2 പത്രോസ് 1-ാം അധ്യായം 1-ാം വാക്യം. और दूसरा पत्रस की पत्री उसका पहला अध्याय उसकी पहली आयत. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറെ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. शिमोन पत्रस की ओर से जो यीशु मसीह का दास और प्रेरित है, उन लोगों के नाम जिन्होंने हमारे परमेश्वर और उद्धारकर्ता यीशु मसीह की धार्मिकता द्वारा हमारे समान बहुमूल्य विश्वास प्राप्त किया है. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. प्रभु के सम्मुख अपनी आंखों को बंद करके हम प्रार्थना करें. എല്ലാവരും അല്പസമയം അധരങ്ങളെ തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ട് हर एक व्यक्ति अपने ओठों को खोलकर थोड़ी देर प्रभु की हम स्तुति करें. ഇന്ന് हालेलुया. പകലിൽ ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. और इस वचन से परमेश्वर हमसे बातचीत करने के लिए अपने जीवन को हम प्रभु के हाथों में समर्पित कर दें. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, स्वर्गीय पिता परमेश्वर, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. प्रभु हम आपकी उपस्थिति में आए हुए हैं. ഇന്ന് പകലിൽ ഈ സന്ദേശം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ. प्रभु आज आपका यह वचन हमें से प्रत्येक के लिए आशीष का कारण होने पाए. ഇത് ശുശ്രൂഷിക്കുന്ന അടിയങ്ങളെ ദൈവം ബലപ്പെടുത്തണമേ. प्रभु इसकी सेवा करने वाले हर को तू आशीषित करना, കേൾക്കുന്ന ജനത്തിന് ഓരോരുത്തർക്കും ഇത് അനുഗ്രഹമായി और തീരുവാൻ सुनने वाले हर एक कान जो है इस वचन के द्वारा आशीषित होने पाए, അവരുടെ ഹൃദയത്തിൽ ദൈവാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകുവാൻ और परिवर्तन उनके पवित्र आत्मा उनके हृदयों को परिवर्तित करे, വചനത്തിന്റെ ശക്തി ഓരോ ജീവിതത്തിലും വെളിപ്പെടുവാൻ और इस वचन की सामर्थ्य जो है वो लोगों के जीवन को पूरा ढंढोलने पाए. നിരാശയിലിരിക്കുന്നവർക്കെല്ലാം പ്രത്യാശ നൽകുവാൻ തക്കവണ്ണം, जो लोग निराशा में है वे आशा से यहाँ से भर कर जाने पाए, വേദനകൾക്ക് ആശ്വാസം ലഭിക്കുവാൻ, जो लोग पीड़ा में है उनको आश्वासन मिलने पाए, സർവത്തിലും അനുഗ്രഹമായി തീരുവാൻ और सब बातों में अनुग्रहित होने के लिए ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. प्रभु हम तुझसे प्रार्थना चाहते हैं. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. आपने हमारी प्रार्थना को सुनने से हम धन्यवाद देते हैं. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. यीशु के नाम से मांगते हैं. आमेन. ആമേൻ. പ്രൈസ് ദി ലോർഡ്. आमेन. ഇവിടെ വളരെ സുദീർഘമായ ഒരു വാക്യമാണ് വായിച്ചത്. यहाँ पर जो हमने वचन पढ़ा है उसको हमने ध्यान से देखे. ഇതിൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ നിറഞ്ഞ ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. जो भाग हमने पढ़ा है इसमें अनेक बातें हैं जिसको हम गहराई से समझ सकते हैं. ആദ്യം തന്നെ പത്രോസ് തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഏതെങ്കിലും കുടുംബത്തിലെ അല്ലെങ്കിൽ യോഹന്നാന്റെ മകനായ ശീമോനെന്നോ അല്ലെങ്കിൽ ഗലീലക്കാരനായ ശീമോനെന്നോ എന്നുമല്ല, അതിലൊക്കെ അപ്പുറമായിട്ട് യേശുക്രിസ്തുവിന്റെ ദാസനായ ശീമോൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. यहाँ पर पतरस जो है अपना परिचय जो है वो अलग तरीके से ना देते हुए सबसे पहले वो अपना परिचय प्रभु यीशु मसीह के दास के रूप में वो अपने परिचय को प्रदान करता है. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചോളം നമുക്ക് ഉണ്ടാകേണ്ട ഒരു നല്ല പ്രാക്ടീസാണിത്. हमें जितने लोगों ने प्रभु के उद्धार को प्राप्त किया, हमें से हर एक का परिचय ऐसा होना चाहिए. കാരണം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ നമ്മുടെ കുടുംബ പാരമ്പര്യവും തറവാടിത്തവും ദേശത്തിന്റെ മഹിമയും പറഞ്ഞല്ല ആരെയും പരിചയപ്പെടുത്തേണ്ടത്. और हम जिन्होंने प्रभु यीशु मसीह के लहू से हम लोग खरीदे गए हैं, हमारा परिचय जो है हमारे परिवार की पृष्ठभूमि या हमारे परिवार की ऊंचाई नहीं, लेकिन प्रभु यीशु मसीह के बेशकीमती लहू से हमारा रिश्ता जो है जुड़ा हुआ है. യേശുക്രിസ്തുവിന്റെ മകനാണ്, മകളാണ്, പൈതലാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനിക്കുവാൻ നമുക്ക് കഴിയണം. प्रभु यीशु मसीह के बेटे हैं, बेटियां दूसरों के सामने बोलने के लिए हमारे एक अभिमान गर्व होना चाहिए. പൗലോസിനെ നമുക്ക് നോക്കിയാൽ അറിയാം, ധാരാളം സമ്പത്തും ധാരാളം വിദ്യാഭ്യാസവും ഉന്നത സ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹം അതെല്ലാം പരിത്യജിച്ചിട്ട് യേശുവിന്റെ ദാസനായി മാറുവാനായിട്ടിടയായി. पौलुस जो है उसको अपने पारिवारिक पृष्ठभूमि या वो बहुत ही धनी परिवार से था, उसको अपनी बड़ाई को कहने के लिए बहुत कुछ था, लेकिन वो उस प्रकार से अपना परिचय नहीं देता है.
കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ ഒരു വാചകം എന്നെ ഒത്തിരി ആകർഷിച്ചതായിട്ടുണ്ട്. कुलुस्सियों की पत्री में पौलुस जो अपने बारे में कहता है वो भाग जब मैं पढ़ता हूँ तो मैं बहुत ही आनंदित होता हूँ. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലെങ്കിൽ ആ ക്രൂശ് മരണത്തിൽ ആ കഷ്ടതയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് പരിഹരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് അവൻ പറയാനായിട്ട്. पौलुस कहता है कि यदि प्रभु यीशु मसीह के क्रूस की मृत्यु में उसकी वेदना में यदि कुछ कमी हो गई है तो उस कमी को मैं अपने शरीर में उस सजा को अपने शरीर में लेकर मैं आगे बढ़ने के लिए मैं तैयार हूँ. അത്തരത്തിലുള്ള ഒരു ദാസ്യത്വവും അത്തരത്തിലുള്ള ഒരു വിനയവുമാണ് പൗലോസ് ഏറ്റെടുത്തത്. और पौलुस जो है उतनी विनम्रता के साथ और उतने मसीह के कष्टों को सहने के लिए वो तैयार है. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത് വിലയേറിയ വിശ്വാസം എന്നുള്ളതാണ്. और यहाँ पर जो चिंता करने का यहाँ पर जो मनन करने का जो विषय वहां पर लिखा हुआ है हमारा बहुमूल्य विश्वास. എന്നാൽ ആ വിഷയം ഇന്ന് പരാമർശിക്കുവാൻ ഞാൻ ശ്രമിക്കാതെ അതിന് മുമ്പ് നിന്നുകൊണ്ട് ദൈവാത്മാവ് എന്നെ ചിന്തിപ്പിച്ച ചില ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. लेकिन उस विषय में टच ना करते हुए जो दूसरी बातें प्रभु ने मेरे मन में डाली उसको मैं आप तक पहुंचाना चाहता हूं. ഇവിടെ നാം വായിച്ചപ്പോൾ അതിനിടയ്ക്കൊരു വാക്യപ്രകാരം കണ്ടു, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ. और यहाँ पर लिखा है परमेश्वर और उद्धारकर्ता प्रभु यीशु मसीह की धार्मिकता के बारे में लिखा है. ഒന്ന് പറയുന്നുണ്ട് ദൈവത്തിന്റെ നീതി, और यहाँ पर लिखा है कि परमेश्वर की धार्मिकता. രണ്ടാമത് പറയുന്നു യേശുക്രിസ്തുവിന്റെ നീതി. और दूसरा कहा है कि प्रभु यीशु मसीह की धार्मिकता. യേശുക്രിസ്തുവിന്റെ നീതി എന്താണ് എന്നറിയണമെങ്കിൽ ദൈവത്തിന്റെ നീതി എന്താണെന്ന് അറിയണം. यदि प्रभु यीशु मसीह की धार्मिकता क्या है ये समझना है तो हमें परमेश्वर की धार्मिकता के बारे में हमें सोचना होगा. യേശുക്രിസ്തുവിന്റെ നീതിയും ദൈവത്തിന്റെ നീതിയും നമുക്ക് യഥാർത്ഥമായി മനസ്സിലാകണമെങ്കിൽ ലോകത്തിന്റെ നീതി എന്താണെന്ന് അറിയണം. और प्रभु यीशु मसीह की धार्मिकता क्या है, परमेश्वर की धार्मिकता क्या है, यदि ये दोनों समझना है तो इस संसार की धार्मिकता क्या है वो भी हमें समझना होगा. ലോകം നമുക്ക് നൽകുന്ന നീതി എന്താണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെയും യേശുക്രിസ്തുവിലൂടെയും വെളിപ്പെട്ട നീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. यदि इस संसार की धार्मिकता को यदि हम समझेंगे तभी हमें मालूम चलेगा कि संसार की धार्मिकता से कितनी श्रेष्ठ प्रभु यीशु मसीह की धार्मिकता और परमेश्वर की धार्मिकता है. നമ്മുടെ മുമ്പിലുള്ള പരിമിതമായ സമയത്തിനുള്ളിൽ ഈ ഭാഗം ഒന്ന് ചിന്തിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ഞാൻ हमारे ആഗ്രഹിക്കുന്നു. सामने जो संक्षिप्त समय है उसी समय के अंदर मैं इस विषय को आप तक पहुंचाकर मैं अपने शब्दों को विराम देना चाहता हूं. പത്രോസ് ഈ ലേഖനം എഴുതിയതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. पतरस जो है इस पत्री के लिखने के पीछे कई कारण है. അദ്ദേഹം എഴുതിയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നിരാശയിലിരിക്കുന്ന ജനത്തെ അല്ലെങ്കിൽ അവിടുത്തെ യഹൂദന്മാരെ അല്ലെങ്കിൽ മറ്റ് ജാതികളിൽ നിന്ന് വിശ്വാസികളെ വിശ്വാസത്തിൽ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ്. और पतरस की इस पत्री का लिखने का मुख्य कारण यहूदी लोग और अन्य जातीय लोग जो नए नए विश्वास में आए हैं उनके निराशाओं को दूर करने के लिए पतरस ने इस पत्री को लिखा है. പത്രോസിന്റെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യാശയെ പറ്റിയാണ് ഈ ലേഖനം പരാമർശിക്കുന്നത്. और पतरस का इस पत्री को लिखने का मुख्य कारण है कि विश्वास से जो हमें एक प्रत्याशा या एक हमें आशा हमें प्राप्त होती है उसके बारे में पतरस इस पत्रियों में जोर डालता है. ഇത് കേവലം ഭൂമിയിൽ എന്തെങ്കിലും ലഭിക്കുന്ന പ്രത്യാശയെ പറ്റി അല്ല പത്രോസ് പരാമർശിച്ചിരിക്കുന്നത്. കാരണം വരുവാനിരിക്കുന്ന ആ വലിയ രക്ഷ, കർത്താവിന്റെ മടങ്ങിവരവ്, അതിനെയൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് ആ പ്രത്യാശയെ പറ്റി നമുക്ക് എഴുതിയിരിക്കുന്നത്. इस भूमि में मिलने वाली अच्छी चीजों की आशा के बारे में नहीं, लेकिन प्रभु यीशु मसीह के दोबारा आगमन में जो एक बड़ा उद्धार हमें मिलेगा उस उद्धार की आशा के बारे में पतरस अपनी पत्रियों में लिखता है. അതോടൊപ്പം ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി ജനത്തെ പ്രബോധിപ്പിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. और इस पत्री का लिखने का दूसरा कारण जो है, जो जितनी झूठी शिक्षाएं कलीसियाओं में प्रवेश की है उन झूठे शिक्षकों के बारे में भी पतरस बहुत स्पष्ट तरीके से अपने पत्री में लिखता है. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ പറ്റി വളരെ ആധികാരികമായി പത്രോസിന് എഴുതാൻ കാരണം പത്രോസ് യേശുക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷം ശുശ്രൂഷയിൽ സഹചാരിയായിരുന്നവനാണ്. और प्रभु यीशु मसीह के दोबारा आगमन के बारे में इतनी दृढ़ता के साथ लिखने का कारण क्या है? क्योंकि पतरस 3.5 साल तक प्रभु यीशु मसीह के साथ रहा है, उसके कारण उस विषय पे जोर देता है. യേശുവിന്റെ എല്ലാ ശുശ്രൂഷയിലും സന്തത സഹചാരിയായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു പത്രോസ്. यीशु मसीह के सारे शिष्यों में लगातार प्रभु यीशु मसीह के इस भूमि की सेवकाई में हर कार्यों में वो प्रमुख रहते हुए चेलों में वो एक प्रमुख चेला पतरस था. അതുകൊണ്ട് തന്നെ മറ്റാരേക്കാളും കൂടുതലായി യേശുക്രിസ്തുവിനെ പറ്റി പരാമർശിക്കുവാൻ യോഗ്യതയുള്ള അവകാശമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പത്രോസിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. इसलिए सारे चेलों से बढ़कर प्रभु यीशु मसीह के बारे में, उसकी सेवकाई के बारे में, उसके उद्देश्य के बारे में स्पष्ट तरीके से यदि किसी को कोई बता सकता है तो वो पतरस था.
മൂന്ന് ചിന്തകളാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് आज കൊണ്ടുവരുന്നത്. सुबह तीन बातों को मैं आपके मनन के लिए रखना चाहता हूं। ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ലോകത്തിന്റെ നീതി എന്നുള്ളതാണ്. और पहला विषय जो है वो इस संसार की धार्मिकता क्या है। എന്താണ് ലോകത്തിന്റെ നീതി? इस संसार की धार्मिकता क्या है। നമുക്കറിയാം ഏറ്റവും കൂടുതൽ നീതി നിഷേധം അനുഭവിക്കപ്പെടുന്ന ഒരു കൂട്ടമാണ് വിശ്വാസ സമൂഹം. और आप समझ सकते हैं इस संसार में सबसे ज्यादा धार्मिकता के ऊपर यदि किसी का आक्रमण होता है या चोट पहुंचती है तो वो मसीह लोग हैं। പ്രത്യേകിച്ച് ഞങ്ങളെ പോലെ സൗത്ത് ഇന്ത്യയിൽ താമസിക്കുന്നവരെക്കാൾ അധികം ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നീതി നിഷേധവും അനുഭവിക്കപ്പെടുന്നവരാണ് നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നത്. दक्षिण भारत में जितने प्रभु के दास लोग सेवकाई करते हैं उनसे कहीं अधिक उत्तरी भारत में जितने प्रभु के सेवक लोग धार्मिकता के कारण जो कष्ट उठा रहे हैं, धार्मिकता के कारण जो उनके ऊपर आरोप प्रत्यारोप लग रहा है, वे ज्यादा सह रहे हैं। കാരണം ഈ ഭൂമിയെ മേയിച്ച് ഭരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെയോ ഈ ഭരണകൂടത്തെയോ ഒക്കെ നിയന്ത്രിക്കുന്നത് ദൈവിക ശക്തിയേക്കാൾ ഉപരി ലോകത്തിന്റെ ശക്തികളാണ്, പൈശാചിക ശക്തികളാണ്. അതുകൊണ്ട് എപ്പോഴും ദൈവമക്കൾക്കെതിരെ പിശാചിന്റെ കരം അരകിലൂടെ ഉയർന്നുകൊണ്ടിരിക്കും. इस संसार की जो शैतान की शक्तियां है वो सरकार के माध्यम से जो है प्रभु के सेवकों के ऊपर वो अपने शैतानिक शक्तियों के प्रभाव के कारण उनके ऊपर वो अटैक कर रही है। എന്നാൽ ഇതിന്റെ നടുവിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ പ്രാർത്ഥനയും അതുപോലെ തന്നെ ദൈവിക കൃപകളും അഭിഷേകവും കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. और इन प्रतिकूल परिस्थितियों के बीच में यदि हमें मजबूती के साथ यदि खड़े रहना है तो सिर्फ प्रार्थना और परमेश्वर के द्वारा प्राप्त किए गए उस अनुग्रह के द्वारा ही हम स्थिरता के साथ खड़े रह सकते हैं। ലോകത്തിന്റെ നീതിയുടെ പ്രകാരം പല ശിക്ഷാവിധികൾ ലോകത്തിലുണ്ട്. और इस संसार की जो धार्मिकता है उस धार्मिकता के आधार पर संसारी कई नियम और कई दंड सरकारों ने जो है लगा के रखे हैं। കുറ്റത്തിന്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത രീതിയിൽ നീതിപീഠങ്ങൾ ശിക്ഷ വിധിക്കാറുണ്ട്. और गलती के अनुसार अलग अलग प्रकार के दंड को जो है सरकार ने घोषित किया हुआ है। തടവ് ശിക്ഷകൾ വിധിക്കാറുണ്ട്, പണം കെട്ടിവെക്കേണ്ട ശിക്ഷകളുണ്ട്, ജീവപര്യന്തമോ അല്ലെങ്കിൽ 5 വർഷവും 2 വർഷവും 1 വർഷവും അങ്ങനെ വ്യത്യസ്ത നിലകളിൽ കുറ്റത്തിന്റെ കാഠിന്യം അനുസരിച്ച് ശിക്ഷ ലഭിക്കാറുണ്ട്. मृत्युदंड दिया जाता है, जमानत के तौर पर आपकी धन संपत्ति रखी जाती है और अलग अलग दंड के हिसाब से अलग अलग सजा गलतियों के हिसाब से अलग अलग दंड का जो है हम देख सकते हैं जो सरकार ने लगाए हैं। എന്നാൽ ഭൂമിയിൽ നടന്ന മറ്റൊരു നീതിയില്ലാത്ത വിധിയെ നമുക്ക് കാണുവാൻ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കഴിയും. बाइबल में एक और बात हम देख सकते हैं, उस पृथ्वी पर एक ऐसी सजा, एक ऐसी गलती के बारे में जो बाइबल हमें स्पष्ट रीति से बताता है। വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളിൽ ഒരു മനുഷ്യനെ യാതൊരു നീതിയും കൊടുക്കാതെ ശിക്ഷിച്ചതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. और मत्ती, मरकुस, लूका, यूहन्ना चारों सुसमाचारों में हम एक ऐसे दंड के बारे में देखते हैं जिसके ऊपर न्याय के बिना दंड दिया गया। 4 കോടതികൾ 7 പ്രാവശ്യം വിസ്തരിച്ചിട്ടും അവനിൽ ഒരു കുറ്റവും കാണാതിരുന്നിട്ടും അവനെ ക്രൂശിൽ തറച്ച് കൊന്നതായിട്ട് നമുക്ക് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. परमेश्वर का वचन बड़ी स्पष्ट रीति से हमें बताता है कि 4 अलग अलग कोर्ट कचहरी में होकर गुजरने के बाद भी, निर्दोष होने के बाद भी उसे क्रूस की सजा सुनाई गई। ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു കുറ്റവും കണ്ടെത്താത്ത ഒരു വ്യക്തിയെ ശിക്ഷിച്ച ചരിത്രം പിന്നീട് ഉണ്ടായിട്ടില്ല. और इस पूरे संसार में कहीं पर भी एक निर्दोष व्यक्ति को क्रूस पे चढ़ाया हुआ ऐसा कहीं पर भी हम नहीं पढ़ते हैं। അന്നത്തെ റോമൻ ഗവർണർ ആയിരുന്ന പീലാത്തോസ് എഴുതി വെച്ചു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന്. और उस समय रोमी गवर्नमेंट का जो गवर्नर था पिलातुस, उसने कहा कि इस व्यक्ति में मैं कोई दोष नहीं पाता, उसने अपने हाथों से लिखा हुआ था। മാത്രമല്ല അവൻ ഈ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ വേണ്ടി കൈയും കഴുകി മാറി നിന്ന വ്യക്തിയാണ്. और इतना ही नहीं, वो अपने आप को इस गलती से अलग करने के लिए, इस सजा से अलग करने के लिए लोगों के सामने उसने अपने हाथों को धोकर इस बात को प्रमाणित किया कि ये व्यक्ति निर्दोष है और इसमें दंड की सजा देना गलत है। എന്നാൽ റോമൻ ഗവൺമെന്റും യഹൂദ പ്രമാണികളും ചേർന്ന് ഈ യേശു കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് लेकिन हम ഇടയായി. देख सकते हैं यहूदी सरकार ने और उस समय के जो धर्म के ठेकेदार, यहूदी धर्म के ठेकेदार जो थे, उन्होंने आपसी परामर्श करके उस निर्दोष प्रभु यीशु मसीह को क्रूस पर टंगवा दिया। അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് യാതൊരു കുറ്റവും ഇല്ലാതിരുന്ന വ്യക്തിയെ വളരെ നിഷ്ഠൂരമായി ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞ ഒരു ലോകത്തിന്റെ നീതിയെ പറ്റിയാണ്. तो यहाँ पर मैं संसार की धार्मिकता के बारे में बता रहा हूं कि किस प्रकार 4 कचहरी से होकर गुजरने के बावजूद भी एक निर्दोष व्यक्ति को क्रूस पे टांग दिया गया। അപ്പോൾ ലോകത്തിൻ്റെതായ നിലയിൽ നീതി ലഭിക്കാതെ നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാഥൻ, നമ്മുടെ രക്ഷിതാവ്, അവൻ ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ നാം നിരാശപ്പെട്ടു പോകരുത്. इसलिए यहाँ पर यदि कोई भी बैठा है जिसको संसार की तरफ से या सरकार की तरफ से धार्मिकता के रूप में आपको जो है
कटु आलोचना की गई या आपके विषयों को गलत तरीके से अंजाम दिया गया, तो आप याद रखिए कि आपके प्रभु के साथ भी इस संसार के लोगों ने ऐसे ही किया था। ലോകത്തിന്റെ നീതി ഇത്രയും ഉള്ളൂ എന്ന് നമുക്കിവിടെ മനസ്സിലാക്കി ലോകത്തിന്റെ നീതിയേക്കാൾ ദൈവത്തിന്റെ നീതിയെ आमेन, ആശ്രയിക്കുകയാണ് हालेलुया। ഉത്തമം. और इसलिए संसार की नीति जो है, संसार की धार्मिकता इतना ही है, उससे बढ़कर प्रभु की धार्मिकता है। इसलिए संसार की धार्मिकता पे विश्वास ना करते हुए प्रभु की तरफ अपने आंखें को लगाए। യേശുക്രിസ്തുവിന്റെ പാത പിന്തുടരുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. परमेश्वर ने हमें इसलिए बुलाया है ताकि प्रभु यीशु मसीह के पद चिन्हों में हम चले। അപ്പോൾ അവന് ലഭിച്ച നീതിക്ക് അപ്പുറമായ വലിയ നീതി ഒന്നും ലഭിക്കുമെന്ന് നാം ആഗ്രഹിക്കരുത്. तो इस संसार ने जो धार्मिकता प्रभु यीशु मसीह को दी है, उससे अच्छी धार्मिकता हमको नहीं मिलने वाली। എന്നാൽ നമുക്ക് വേണ്ടി നീതി പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നമുക്ക് आमेन, സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നു. हालेलुया। लेकिन हमारे लिए स्वर्ग में आज भी वो परमेश्वर जीवित है, जो अपनी धार्मिकता के द्वारा आपको और मुझे संभालता है। അതുകൊണ്ടാണ് യോബ് പറഞ്ഞത് എന്റെ ജാമ്യക്കാരൻ സ്വർഗ്ഗത്തിലാണുള്ളതെന്ന്. इसलिए अय्यूब जो है अपने पुस्तक में कहता है कि मेरा जांचने वाला जो है वो स्वर्ग में है। യെശയ്യാവ് പറഞ്ഞു അവൻ എന്റെ പിതാവാണ്, എന്റെ ന്യായാധിപതിയാണ് എന്ന് പറയാനായിട്ടിടയായി. और यशायाह कहता है कि वो मेरा पिता है और वो मेरा न्याय करने वाला परमेश्वर है। രണ്ടാമത്തെ വിഷയത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടയാണ്. എന്താണ് ദൈവത്തിന്റെ നീതി? और जल्दी से मैं दूसरे धार्मिकता में आना चाहता हूं, वो परमेश्वर की नीति धार्मिकता क्या है। ധാരാളം നിയമങ്ങളും നിബന്ധനകളും ദൈവജനത്തിന് ദൈവം കൊടുത്തു. परमेश्वर ने अनेक नियमों को, कानून कायदों को अपनी प्रजा को दिया। 430 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് കടന്നു വരുമ്പോൾ ദൈവം അവർക്കൊരു പ്രമാണം കൊടുത്തു. और 430 साल की बंधुआई के पश्चात जब इस्राएली लोग मिस्र देश की बंधुआई से निकलकर बाहर आए, उस समय परमेश्वर ने अनेक नियमों को इस्राएलियों के लिए दिया। എന്നാൽ ആ പ്രമാണം കൊണ്ടൊന്നും അവരെ രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്നത് കൊണ്ട് और उन नियमावलियों के द्वारा इस्राएलियों को उद्धार नहीं मिल पाया। അവനവർക്ക് പ്രവാചകന്മാരെ കൊടുത്തു, और परमेश्वर ने उनको जो है प्रधानों को दिया, പുരോഹിതന്മാരെ കൊടുത്തു, और याजकों को दिया, രാജാക്കന്മാരെ കൊടുത്തു, राजाओं को दिया, ന്യായാധിപന്മാരെ കൊടുത്തു. और उसके बाद न्यायियों को दिया। എന്നിട്ടും ഈ ജനം നേർവഴിയിൽ നടന്നില്ല. उसके बाद भी इस्राएली प्रजा जो है वो सीधे रास्ते में नहीं आई, അവർ ദൈവത്തിൽ നിന്ന് അകന്നും और वे परमेश्वर से बार बार भटकते रहे, സ്വന്തം വഴിയിലും अपने अपने मार्गों में चलते रहे, ദുർനടപ്പിലും और बुरी संगतियों में फंसते रहे, ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചു. और वे अपनी अपनी इच्छा के अनुसार अपने अपने मार्गों में वे चले। എന്നാൽ യേശു ദൈവം ചെയ്തത് എന്തെന്നറിയുമോ? लेकिन परमेश्वर ने क्या किया उनके साथ? ദൈവം തന്റെ പുത്രനെ ഈ ജനത്തിന്റെ പരിഹാരത്തിനായി വിട്ടുകൊടുത്തു. तब परमेश्वर ने इस हटीली और टेढ़ी जाति के लिए अपने इकलौते पुत्र प्रभु यीशु मसीह को इस संसार में भेजा। യോഹന്നാൻ 3:14 പറയുന്നത് പോലെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. और जिस प्रकार यूहन्ना 3 उसके 14 में इस प्रकार लिखा है कि परमेश्वर ने अपने इकलौते पुत्र को इसलिए भेजा ताकि जो कोई उस पर विश्वास करे वो उसके द्वारा उद्धार को प्राप्त करे। അപ്പോൾ തീർച്ചയായും ദൈവം പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോകുവാൻ നിത്യമരണത്തിലേക്ക് വിധിക്കപ്പെട്ട ഈ ജനത്തെ തന്റെ പുത്രനേക്കാൾ അധികം സ്നേഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. इसका मतलब यह है जब परमेश्वर ने अपने इकलौते पुत्र को क्रूस के ऊपर मरने के लिए भेज दिया, किसके लिए? आप और हम पापी के लिए। इसका मतलब अपने इकलौते पुत्र से बढ़कर प्रभु परमेश्वर जो है हमसे और आपसे प्यार करता था। നാം ആദ്യമേ ചിന്തിച്ചു ഒരു കുറ്റവും ചെയ്യാത്തവനെ, ഒരു കുറ്റവും ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടവനെ ലോകം ശിക്ഷ വിധിച്ചപ്പോൾ पहली बात हमने ये देखा कि एक निर्दोष व्यक्ति के जीवन में कोई भी दोष नहीं होने के बावजूद भी उसे क्रूस पर टंगाया गया। എന്നാൽ പാപം കൊണ്ട് നിറഞ്ഞ് നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുവാൻ വിധിക്കപ്പെട്ടവരെ രക്ഷിപ്പാനായി പാപമില്ലാത്തവനെ ദൈവം ലോകത്തിലേക്ക് അയച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. अब परमेश्वर की धार्मिकता देखिए, परमेश्वर ने क्या किया? पाप में फंसे हुए लोग, दलदल में फंसे हुए लोगों को जिनको मृत्यु दंड देना था उनको मृत्यु दंड ना देते हुए उन्होंने क्या, परमेश्वर ने क्या किया? अपनी धार्मिकता में अपने इकलौते पुत्र को इस संसार में भेजा। അതാണ് ദൈവം നമ്മോട് വെളിപ്പെടുത്തിയ നീതി. और वो धार्मिकता जो है जो परमेश्वर ने आपके और मेरे जीवन में पूरा किया। നാം മരിക്കേണ്ട സ്ഥാനത്ത്, പാപത്തിൽ നാം എന്നേക്കുമായി തകർന്നു പോകേണ്ട സ്ഥാനത്ത് സ്വന്തം പുത്രനെ നമുക്ക് പകരക്കാരനായി ദൈവം അയച്ചു. और हम जो पाप में फंसे हुए थे, हमें मरना था, हमें दंड सहना था, उस दंड के लिए उसने अपने इकलौते पुत्र को भेजा और उसने दंड को सहा। ഇനിയും നമുക്ക് പരാമർശിക്കുവാനുള്ളത് യേശുക്രിസ്തുവിന്റെ നീതി എന്താണെന്നുള്ളതാണ്. तीसरी बात हमको देखना है कि प्रभु यीशु मसीह की धार्मिकता क्या है। യേശുക്രിസ്തുവിന്റെ നീതി ഞാൻ എന്റെ ഭാവനയിൽ ഒറ്റ വാക്കിൽ അങ്ങ് പറയാം. और प्रभु यीशु मसीह की धार्मिकता को मैं अपनी भावना में एक वाक्य में इस प्रकार कहना चाहूंगा। ഒരു
കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുമ്പോൾ और एक व्यक्ति जिसको मृत्यु दंड दिया गया उसको उस फांसी के तख्ते पर जब ले जाया जाता है അല്ലെ അവനെ വെടിവെച്ച് കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ या उसको गोली मारने के लिए जब उसको ले जाया जाता है ഏതെങ്കിലും തരത്തിൽ അവന് മരണശിക്ഷ നടപ്പാക്കുവാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ और जब उसको मृत्यु दंड देने के लिए जब उसकी तैयारियां अंतिम तैयारियां जब हो रही है മറ്റൊരുത്തൻ ഓടി വന്നിട്ട് അവനെ ശിക്ഷിക്കരുത്, ഞാനാണ് തെറ്റുകാരൻ, എന്നെ കൊന്നുകളയുക എന്ന് വിളിച്ചു പറയുന്ന ഒരു വ്യക്തി और उस समय उस मृत्यु दंड के अंतिम क्षणों में एक तीसरा व्यक्ति दौड़कर आकर कहता है कि गलती मैंने की है, इन्होंने नहीं की है। ലോകത്തിന്റെ നീതി കുറ്റമില്ലാത്തവനെ ക്രൂശിൽ തറച്ചുവെങ്കിൽ और संसार की धार्मिकता ने एक निर्दोष व्यक्ति को क्रूस पे चढ़ाया ദൈവത്തിന്റെ നീതി കുറ്റവാളികൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ അയച്ചതാണെങ്കിൽ और परमेश्वर की धार्मिकता ने जो व्यक्ति पापी था उसको बचा लिया യേശുക്രിസ്തു സ്വയം ആ തെറ്റ് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി और തീർന്നു. प्रभु यीशु मसीह की धार्मिकता में हम ये देखते हैं उस पाप को प्रभु यीशु मसीह ने अपने ऊपर ले ആ लिया പാപം മൊത്തം അവന്റെ ശിരസിൽ അവൻ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, അവനെ കൊല്ലണ്ട, ഞാൻ മരിക്കാൻ और തയ്യാറാണ്. वो सारे पाप को प्रभु यीशु मसीह ने अपने ऊपर उठा लिया और वो कहता है कि मेरी प्रजा को दंड नहीं देना। ഇന്ന് എത്ര പേർക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ട്? और इस विषय से कितने लोग जो आनंदित എനിക്ക് हैं വേണ്ടി ഒരു हालेलुया। പകരക്കാരൻ, എനിക്ക് വേണ്ടി ഒരു പകരക്കാരൻ മരിക്കുവാനായിട്ട് मेरे ഇടയായി. लिए मेरे एवज में मेरे बदले में जो है मेरा प्रभु यीशु मसीह उस क्रूस पर चढ़ाया गया। ഈ അബ്രഹാമിന് ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ നേരം ലഭിച്ച ഒരു കുഞ്ഞാടിനെ പോലെ ആ ഇസഹാക്ക് അറുക്കപ്പെടാതിരിക്കുവാൻ, മരിക്കാതിരിക്കാൻ ആമേൻ. വേണ്ടി ഹല്ലേലൂയ. ദൈവം ഒരു കുഞ്ഞാടിനെ കൊടുത്തതുപോലെ ദൈവം ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഇറക്കി തന്നു. उस मोरिया पर्वत के ऊपर इसहाक को बलिदान करने के बजाय जो मेमना परमेश्वर ने उस पहाड़ के ऊपर इसहाक के एवज में दिखाया था, उसी प्रकार हमें और आपको जहां पर बलिदान होना था उसके एवज में परमेश्वर ने अपने इकलौते पुत्र प्रभु यीशु मसीह को उसके स्थान पे खड़ा किया। യെശയ്യാ പ്രവചനം 53-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. यशायाह उसके 53वें अध्याय को जब हम पढ़ते हैं बड़े स्पष्ट रीति से वहां पर बताया गया है। യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. यशायाह 53 उसकी 6ठी आयत में इस प्रकार लिखा है, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, हम तो सब के सब भेड़ों के समान भटक गए थे, നാം ഓരോരുത്തരും താന്റെ വഴിയിൽ തിരിഞ്ഞിരുന്നു. हम में से हर एक ने अपना अपना मार्ग लिया എന്നാൽ നമ്മുടെ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം और यहोवा ने हम सबों के अधर्म को, അവന്റെ മേൽ ചുമത്തി. अधर्म का बोझ उसके ऊपर डाल दिया। ഓർത്തുകൊള്ളണമേ, നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ये याद रखें कि हम में से हर एक के अधर्म को परमेश्वर ने प्रभु यीशु मसीह के ऊपर उस बोझ को लाद दिया। അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. और अगला जो लाइन है उसको ध्यान से सुनिए। തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും, और कंप्लीट वाइजो, തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. और वो सताया गया तो भी वो सहता रहा और अपना मुख ना खोला। കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെ ഇരുന്നു. जिस प्रकार भेड़ वध होने के समय वह भेड़ी ऊन कतरने के समय चुपचाप शांत रहती है, वैसे ही उसने भी अपना मुख ना खोला। അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നുണ്ട്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. और 53 के 3 में इस प्रकार लिखा, वो तुच्छ जाना जाता और मनुष्यों का त्यागा हुआ था, वो दुखी पुरुष था, रोग से उसकी जान पहचान थी। അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വിധം അവൻ നിന്ദിതനായിരുന്നു. और लोग उससे मुख फेर लेते थे നാം അവനെ ആദരിച്ചതുമില്ല. और हमने उसका मूल्य ना जाना। സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, निश्चय उसने हमारे रोगों को सह लिया നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. और हमारे दुखों को उठा लिया। നാമോ ദൈവം അവനെ അടിച്ചും ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. तो भी हमने उसे परमेश्वर का मारा, कूटा और दुर्दशा में पड़ा हुआ समझा, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. परंतु वह हमारे अपराधों के कारण घायल किया गया और हमारे अधर्म के कामों के कारण कुचला गया। അടുത്ത വാചകം ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കണം. और अगला लाइन फिर भी ध्यान दीजिए, അവിടെ പറയുന്നുണ്ട്, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. वहां पर लिखा हमारी शांति के लिए उस पर ताड़ना पड़ी। അതായത് നമ്മുടെ മരണം ഒഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം, നമ്മുടെ മരണം നമ്മിൽ നിന്ന് മാറിപ്പോവാൻ തക്കവണ്ണം അവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. इसका मतलब यह है कि हमारी मृत्यु को दूर करके वो अपनी मृत्यु को उसने अपने ऊपर ले लिया। ഫിലിപ്പിയ ലേഖനത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. और फिलिपियों की पत्री में उसी का एक दूसरा भाग को हम इस प्रकार देखते हैं। അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, उसका दूसरा अध्याय उसकी 6वीं आयत में इस प्रकार लिखा है, അവൻ ദൈവരൂപത്തിലിരിക്കെ
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ जिसने परमेश्वर के स्वरूप में होकर भी परमेश्वर के तुल्य होने को अपने वश में रखने की वस्तु न समझा, ദാസരൂപമെടുത്തു. उसने दास का स्वरूप धारण किया ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. और अपने आप को शून्य किया और मनुष्य की समानता में हो गया. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി. और मनुष्य के रूप में प्रकट होकर अपने आप को दीन किया और यहाँ तक आज्ञाकारी रहा कि मृत्यु, हाँ, क्रूस की मृत्यु भी सह ली. അതായത് സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും മഹത്വങ്ങളും ഉള്ള സൃഷ്ടിയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്ന പുത്രനായ ക്രിസ്തു और स्वर्ग की सारी महिमा, स्वर्ग के सारे तेजस्व को और पृथ्वी की शुरुआत से लेकर जो प्रभु यीशु मसीह परमेश्वर का पुत्र था, ഈ മഹിമകളെല്ലാം വെടിഞ്ഞിട്ട് ദാസരൂപമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നു. ये सारी महिमा को छोड़कर उसने एक दास का रूप അവൻ धारण. ദാസരൂപമെടുത്ത് മടങ്ങി ഇവിടെ ഭൂമിയിലേക്ക് വന്നത് ദാസനായി ജീവിക്കാനല്ല, അവന്റെ മക്കളായ നമുക്ക് വേണ്ടി നമ്മെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതിരിപ്പാൻ, പാപത്താൽ നാം മരണപ്പെട്ട് നിത്യ ദണ്ഡനത്തിലേക്ക് പോകാതിരിക്കുവാൻ നമ്മെ വീണ്ടെടുക്കാനുമായിട്ടാണ് അവൻ ഇറങ്ങി വന്നത്. और उस पृथ्वी पर सिर्फ दास का रूप रहने के लिए ही नहीं, लेकिन इस पृथ्वी पर जितने लोग पाप और दलदल में फंसे हुए हैं, उनके मृत्यु दंड को बचाकर उन्हें अनंत काल के विश्राम में प्रवेश कराने के लिए प्रभु यीशु मसीह संसार में आया. അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. हालेलुया. इसलिए पहला यूहन्ना पहला अध्याय उसकी 7वीं आयत में इसमें इस प्रकार लिखा है, हमारे प्रभु यीशु मसीह का लहू जो है हमें सारे पापों से हमें शुद्ध करता है. എന്നാൽ ഈ പ്രവൃത്തികളെല്ലാം, ഈ ശുശ്രൂഷകളെല്ലാം, ഈ യേശുവിന്റെ വരവെല്ലാം യഹൂദന്മാരെ ഉദ്ദേശിച്ച് മാത്രമായിരുന്നു. और प्रभु यीशु मसीह का जो आना था वो सिर्फ यहूदी लोगों के लिए ही था. എന്നാൽ നമുക്ക് എങ്ങനെ ഈ രക്ഷ വീണ് കിട്ടിയതെന്ന് അറിയാമോ? लेकिन किस प्रकार हम जो यहूदी नहीं थे, किस प्रकार वो सौभाग्य हमें मिला. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു, यूहन्ना 1 उसकी 9वीं आयत में हम इस प्रकार पढ़ते हैं, യോഗ്യതയില്ലാത്ത അന്യജാതിക്കാരായിരുന്ന നമുക്ക് കിട്ടിയ ഒരു ബോണസാണത്. और अन्य जाति में पाए जाने वाले हम लोग जो थे, हमें वो सौभाग्य जो है प्रभु ने हमें दिया है. ഇസ്രായേൽ ജനത്തോട് സംബന്ധമില്ലാതിരുന്ന, और हम जो हमारा इस्राएल जाति के साथ कोई भी रिश्ता नहीं था, വാഗ്ദത്തത്തിൽ നിന്ന് അന്യപ്പെട്ടിരുന്ന हम जो वाचा से बिल्कुल बाहर पाए जाते നമുക്ക് थे, ഈ രക്ഷ വീട് കിട്ടിയതാണ് ഇവിടെ और രേഖപ്പെടുത്തിയിരിക്കുന്നത്. जहाँ पर लिखा है कि ये सौभाग्य जो है वो हमें दान के रूप में मिला हुआ है. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, और यूहन्ना 1 उसका 9वीं आयत में അവൻ സ്വന്തത്തിലേക്ക് വന്നു, वो अपनों में आया, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, लेकिन अपनों ने उसे ग्रहण नहीं किया. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. इसलिए जितनों ने उसको ग्रहण किया उन्हें उनमें से हर एक को उसका पुत्र होने का, कहलाने का अधिकार दिया गया. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, और मेरे प्रिय सुनने वालों में आपको बस एक बार फिर बात बताना चाहता हूँ. ആ സ്വന്തം ജനം അവനെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട്, അവനെ കൈക്കൊള്ളാതിരുന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ രക്ഷയുടെ आमीन. പങ്കാളികളാകുവാൻ हालेलुया. ഇടയായി തീർന്നു. उसके निज प्रजा अर्थात इस्राएली लोग जो है प्रभु यीशु मसीह के उद्धारकर्ता के रूप में तिरस्कार करने के द्वारा हम जो अन्य जाति में पाए जाने वाले लोग थे, हमें वो सौभाग्य मिला कि हम उसके पुत्र और पुत्रियां कहलाए. हालेलुया. വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. और मैं ये अंतिम बात कहकर मैं समाप्त करना चाहता हूँ. ലോകത്തിന്റെ നീതി നമുക്ക് എപ്പോഴും ആശ്വാസ്യമല്ല. संसार की धार्मिकता जो है वो कभी भी हमें आश्वासन या हमारे तरफ नहीं रहेगी. അതായത് നമ്മുടെ നാഥനെ ഒരു കുറ്റവും കണ്ടെത്താഞ്ഞിരുന്നിട്ടും ക്രൂശിച്ച് കളഞ്ഞ ലോകമാണ്. क्योंकि ये संसार ऐसा संसार है जिसने प्रभु यीशु मसीह के जीवन में कोई भी दोष नहीं पाया, उसके बावजूद उस प्रभु यीशु मसीह को उन्होंने क्रूस पे चढ़ाया. എന്നാൽ നമ്മുടെ പിതാവായ ദൈവമോ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട്, നമ്മെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി പാപപരിഹാരയാഗമായി लेकिन തന്നവനാണ്. परमेश्वर की धार्मिकता को हम देख सकते हैं. परमेश्वर ने इस संसार से प्रेम किया, परमेश्वर ने आपसे और मुझसे प्रेम किया, इसलिए परमेश्वर ने अपने इकलौते पुत्र प्रभु यीशु मसीह को इस संसार के लिए दे दिया. യേശുക്രിസ്തുവോ തന്റെ പിതാവിന്റെ നിർണയം സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന് ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് ആ മരണം സ്വയം ഏറ്റെടുത്തവനാണ്. और प्रभु यीशु मसीह जो है अपने परमेश्वर पिता की इच्छा को पूरी करने के लिए स्वेच्छा से उस स्वर्ग की महिमा को छोड़कर इस पृथ्वी पर आकर जो दंड आपको और मुझे सहना था, उस दंड को, उस पाप को अपने ऊपर लेकर
आपके और मेरे लिए वो क्रूस पर चढ़ गया। നാം മെശിയ പ്രവചനത്തിൽ വായിച്ച പോലെ അവൻ നമ്മുടെ പാപവും രോഗവും സകലവും ഏറ്റെടുത്തവനാണ്. जिस प्रकार हमने यशायाह नबी की पुस्तक में पढ़ा, उसने हमारे पापों को, हमारे रोगों को उसने उस क्रूस कलवरी के ऊपर सह लिया। അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന ആരെങ്കിലും അതിൽ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, यदि आप में से कोई भी यदि इस संसार की धार्मिकता से यदि आप विचलित है, आप परेशान हैं, तो आज सुबह जो है प्रभु यीशु मसीह की उस धार्मिकता पर आप विश्वास करिए। തിരുമേശയുടെ മുമ്പിൽ നാം ആയിരിക്കുന്നല്ലോ. प्रभु की मेज के सम्मुख हम पाए जाते हैं। നമുക്ക് വേണ്ടി അവൻ നീതി നടപ്പാക്കിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഇത് ചെയ്യുന്നത്. हमारे प्रति जो धार्मिकता को प्रभु यीशु मसीह ने बखूबी निभाया, उस धार्मिकता के लिए जो है ये प्रभु की मेज याददाश्त के लिए रखाई गई है। അത് കൈക്കൊള്ളുമ്പോഴൊക്കെയും നാം ഓർത്തുകൊള്ളണം, നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി ഒരുത്തൻ പകരമായി മരിക്കപ്പെട്ടു. जब कभी ये रोटी और दाख मधु में हम भागी होते हैं, हमेशा इस बात को स्मरण करें कि जिस क्रूस पर मुझे चढ़ना था, उस क्रूस पर प्रभु यीशु मसीह चढ़ गया। മാത്രമല്ല നീതി ലഭിക്കാത്ത നമുക്ക് നീതി ലഭിക്കാത്ത ഈ ലോകത്തിൽ നീതിയോടെ വാഴുവാൻ നമ്മുടെ കർത്താവ് വേഗം വരുന്നു. और इस संसार जो हमें कभी धार्मिकता नहीं देगा, कभी हमारे साथ न्याय नहीं करेगा, लेकिन हमारा प्रभु यीशु मसीह सच्चा न्याय है और वो जल्द से जल्द हमारा न्याय करने के लिए आ रहा है। ജീവിതകാലം മുഴുവൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ജോലി നേടി കുറെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ജീവിക്കണമെന്നല്ല ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. परमेश्वर नहीं चाहता कि हम संसार में जिए, खाए पिए, मौज करें और धन संपत्ति को इकट्ठा करें। കർത്താവിന്റെ കാഹളനാദത്തിൽ വസ്ത്രമുരിഞ്ഞ് കളയുന്നത് പോലെ ലോകത്തിലെ വിട്ടുകളഞ്ഞ് അവനോടൊപ്പം എടുക്കപ്പെടുവാനുള്ള ഒരു യോഗ്യതയിലേക്ക് നാം ഈ ദിനങ്ങളിൽ എത്തപ്പെടണം. इन दिनों में हम में से हर एक व्यक्ति इस अपने आप को इस प्रकार की तैयार करे, ताकि जब प्रभु की वो नरसिंगा फूका जाएगा, हम सब यहाँ पर छोड़कर प्रभु यीशु मसीह के साथ जाने के लिए अपने आप को तैयार करने वाले അങ്ങനെയുള്ള हो सके। പ്രത്യാശയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് നീതിയോടെയുള്ള രാജ്യത്തിനായി അവൻ വെളിപ്പെടുന്നത്. और इस प्रकार की धार्मिकता में जो अपने जीवन को व्यतीत करते हैं, उन लोगों को लेने के लिए हमारा प्रभु यीशु मसीह शीघ्र आ रहा है। അതിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. इसलिए अपने हृदय को हम तैयार करें। അടുത്ത ദിവസങ്ങളിൽ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. अगले क्षण में इस पृथ्वी पर क्या कुछ घटने वाला है हमें नहीं मालूम। കർത്താവിന്റെ വരവ് ഏത് സമയവും സംഭവിക്കും. प्रभु का दोबारा आगमन बहुत ही निकट है। ആ നീതിയുള്ള രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം और उस धार्मिकता के राज्य में प्रवेश करने के लिए സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കട്ടെ. सर्वशक्तिमान परमेश्वर आपकी और मेरी सहायता मदद करने पाए। ഈ കർത്താവിനെ ഉയർത്തുവാൻ ഇന്ന് പകൽ എനിക്ക് അവസരം ലഭിച്ചതിനായി ഞാൻ കർത്താവിന് സ്തോത്രം उस ചെയ്യുന്നു. परमेश्वर को ऊंचा उठाने के लिए परमेश्वर ने आज मेरे जीवन में जो सौभाग्य दिया, इसके लिए मैं परमेश्वर का धन्यवाद देता हूँ। എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്മാർക്കും ഈ ദൈവസഭയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് जो समय मुझे दिया गया है, उस समय देने के लिए मैं कलीसिया का धन्यवाद देना चाहता हूँ। എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. मैं अपने इस शब्दों को विराम कर देना चाहता हूँ। താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ഓൾ. परमेश्वर आप सबों को धन्यवाद दे। प्रभु की आशीष आप सभी के ऊपर बनी रहने पाए। हालेलुया। सुने गए वचन के सम्मुख आज एक और बार अपने जीवन को हम जांचें और परखें। हालेलुया। इस संसार से आपको